നമസ്കാരം. ഇടതുപക്ഷ സർക്കാരിനെ മനം മടുത്തിട്ടാണ് കേരളത്തിലെ ജനത ഒന്നടങ്കം ഒഴുകി വന്ന പുതിയ ഒരു സർക്കാരിനെ അധികാരത്തിലേറ്റിയത്. വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റിട്ട് കഴിഞ്ഞ 3 മാസങ്ങളായി. ഇപ്പോഴും പല കാര്യങ്ങളിലും അവർ നിരത്തുന്ന വാദം ഇടതുപക്ഷം അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ എന്നാണ്. ഇപ്പോൾ ഈ പ്രളയത്തിൻ്റെ കാര്യത്തിലും ഇതേ വാദഗതിയാണ് അവർ ഉന്നയിച്ച് തടി തപ്പാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത്. അതായത് കഴിഞ്ഞ 9 ദിവസങ്ങളായിട്ട് മത്സ്യത്തൊഴിലാളികളെ പലരെയും കാണാതായിട്ട് ഗൗതം കൃഷ്ണയുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തിയത് കേരളത്തിൽ നിന്നുള്ള എംപിമാരിൽ ഒരാൾ മാത്രമാണ്. അതായത് സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രി മാത്രമാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. മറ്റെല്ലാവരും തന്നെ നിഷ്ക്രിയരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിൽ 3 ബോട്ടുകളുണ്ട്, 3 ആംബുലൻസ് ബോട്ടുകളുണ്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ രക്ഷയുമായി ബന്ധപ്പെട്ട്. പ്രതീക്ഷ, പ്രത്യാശ, കരുണ 18 കോടി 24 ലക്ഷം ചെലവാക്കിയിട്ടാണ് ഈ ബോട്ടുകൾ കേരളത്തിന് വേണ്ടിയിട്ട് വാങ്ങിയത്. പക്ഷേ ഇത് ഒരു ഉപയോഗത്തിന് പോലും പറ്റാത്ത രീതിയിൽ കട്ടപ്പുറത്തായിട്ട് കാലങ്ങളായി. ഇതിനെ ഒന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുവാനോ വീണ്ടും നീറ്റിലിറക്കാനുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല ഇവർ. അതായത് ഇപ്പോഴത്തെ ഭരണപക്ഷം പ്രതിപക്ഷത്തായിരിക്കുന്നതൊക്കെ സമയത്ത് ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചതാണ്. എന്നാൽ അവർ അധികാരത്തിൽ കയറിയതിന് ശേഷം പ്രളയം വരാനുള്ളൊരു സമയം, അല്ലെങ്കിൽ മഴ വരുന്ന ഒരു സമയമാണ്, എന്തും സംഭവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിലുള്ളത്. കഴിഞ്ഞ 3-4 ടേം കൊണ്ട് മഴ കടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കർക്കിടക മാസത്തോട് ചേർന്നുള്ള മാസങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് ഇവർ സ്വീകരിച്ചത്? ഈ പ്രളയത്തിന് മുന്നേ എന്ത് രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രളയത്തെ നേരിടുവാൻ തക്കതായിട്ട് ഒരു കാര്യവും ചെയ്തില്ല. അതിനുശേഷം പോലും കേന്ദ്രത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കുവാൻ പോലും കേരളത്തിൽ നിന്ന് 19 എംപിമാരുള്ള കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ 19 എംപിമാർ, അതും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എംപിയായ പ്രിയങ്ക ഗാന്ധിക്ക് എന്തായിരുന്നു ഈ കാര്യത്തിൽ റോൾ? അവരിവിടെ പ്രളയം സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. മറ്റു പല കാര്യങ്ങളിലും പെരിഫറലായുള്ള കാര്യങ്ങളിലൊക്കെയാണ് അവർ തിരക്ക് ഉണ്ടാകുന്നത്. അവർ മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിലാണ് തിരക്കി നടക്കുന്നത്. എന്നാൽ വളരെ പ്രായോഗികമായി ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള വിഷയങ്ങളിലൊക്കെയും അവർ അജ്ഞത നടിക്കുകയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയാണ് എങ്കിൽ കഴിഞ്ഞ സർക്കാരിനെ പഴിചാരിക്കൊണ്ട് പല വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു രീതിയിലുള്ള സമീപനമാണ് കേരളത്തിൽ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ, ഇപ്പോൾ ഈ പ്രളയത്തിൻ്റെ സമയത്തും അത് മുന്നേയുള്ള വിഷയങ്ങളിലുമൊക്കെ കൈക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, മറ്റൊരു സർക്കാരിനെ പഴിചാരേണ്ട ആളല്ല. മുഖ്യമന്ത്രിയോടൊപ്പം മറ്റ് മന്ത്രിമാരും ഇതേ രീതിയിലുള്ള ഇതേ സമീപനമാണ് സ്വീകരിക്കുന്നതാണ്. അതായത് യഥാർത്ഥത്തിൽ നേരിടേണ്ട വിഷയങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് തെന്നി മാറി മറ്റു വിഷയങ്ങളിൽ, ഏതെങ്കിലും ക്രിമിനലുകൾക്ക് പുറകെ നടക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് വലിയ രീതിയിൽ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളിലേക്കൊന്നും അല്ല ഇവരുടെ ശ്രദ്ധ പതിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. വലിയ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഗൗതം കൃഷ്ണ എന്ന നീണ്ടകരയിൽ നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ കാര്യത്തിൽ കോസ്റ്റ് ഗാർഡിനെ സമീപിച്ച് കോസ്റ്റ് ഗാർഡിൻ്റെ സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയായ രേഷ്മ എത്തിയതിന് ശേഷം മാത്രമായിരുന്നു അവർ ഒരു പ്രതികരണമെങ്കിലും നടത്താൻ തയ്യാറായത് എന്നതാണ്. അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ മന്ത്രിയായ സുരേഷ് ഗോപി നേരിട്ട് ഇടപെട്ടതിന് ശേഷം മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം അവിടെ സംഭവിച്ചതെന്നാണ്. കേരള നേവി നേരിട്ട് ഇടപെടുകയും അതിൽ തിരച്ചിൽ ശക്തമാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രമാത്രം സുരക്ഷിതത്വമേ ഉള്ളൂ കേരളത്തിലെ ജനതയ്ക്ക്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക്. കേരളത്തിൽ പ്രളയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെങ്ങനെയാണ് അവരുടെ സമീപനം എന്നത് കേരളം കണ്ടതാണ്. റാന്നിയിലും കോന്നിയിലും ഒക്കെ അവരുടെ ബോട്ട്, അവരുടെ കൈവശമുള്ളവരുടെ സ്വത്തുക്കളൊന്നും തന്നെ പരിഗണിക്കാതെ അവരുടെ ബോട്ടുകളുമായിട്ട് വളരെ ശക്തമായിട്ട് ജനങ്ങളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ വിഭാഗത്തിലുള്ളവരാണ്. അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് എന്തും പകർന്നു നൽകുന്ന വളരെയധികം സ്നേഹസമ്പന്നരായിട്ടുള്ള മനുഷ്യരാണ്. ആ മനുഷ്യരുടെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തമുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് എത്ര പേരെയാണ് കാണാതായത് എന്ന ചോദ്യമാണ് കേരളത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി ചോദിച്ചത് എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഇത് ഒരിക്കലും സംഭവിച്ചുകൂടാത്ത കാര്യമാണ്. പല കാര്യങ്ങളിലേക്ക് വലിയ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായ കോൺഗ്രസ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്, ആ കോൺഗ്രസ്സിന് എന്താണ് ഈ വിഷയത്തിൽ ഇടപെടുന്നതിനുള്ള ഒരു വൈമുഖ്യം എന്താണെന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഭരണം നടത്തുന്ന അവരെ സംബന്ധിച്ചിടത്തോളം
മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ വളരെ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയപ്പോൾ മതിയാകുകയുള്ളൂ. ഇപ്പോൾ തന്നെ അവരുടെ വീടുകൾ പലതും കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണ്. അവർക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയുണ്ട്. വലിയ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആ സമൂഹത്തിനെ വീണ്ടും കൊടിയ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലേക്കും നയിക്കുന്നതിന് തുല്യമാണ്. ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകൾ വന്ന് ചോദിക്കുന്ന ചോദ്യം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അപ്പോൾ തന്നെ മുഖ്യമന്ത്രി രാജിവെച്ച് പോകേണ്ടതാണ് എന്ന് തോന്നിപ്പോവും. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഈ വിഷയത്തിൽ അദ്ദേഹം ഇപ്പോഴൊക്കെ എടുത്തിട്ടുള്ളത്? അദ്ദേഹം കൂടുതൽ ശക്തമായ രീതിയിൽ ഇടപെട്ട് കേന്ദ്രസേനയെ വരുത്തുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സത്വര നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ചെയ്തിട്ടില്ല എന്നത് വളരെ ശക്തമായ രീതിയിലുള്ള ആരോപണമാണ്. ഈ ആരോപണം ഉന്നയിക്കുന്നത് ആര് എന്നതാണ്. ഈ ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷമല്ല. ഈ ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹത്തെ അധികാരത്തിലേറ്റിയ കേരളത്തിലെ പൊതുജനം ആണ് എന്നതാണ് ഏറ്റവും പ്രധാനമായ വിഷയം. ആ വിഷയത്തിൽ നിന്ന് തെന്നി മാറുവാനും അതിനെ നിസാരവത്കരിക്കുവാനുമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ശ്രമം എന്നത് അത്യധികം സങ്കടകരമായ ഒരു വസ്തുത തന്നെയാണ്. ഇത് കൃത്യമായ രീതിയിൽ ഇതിനെ അപഗ്രഥിച്ച് പഠനം നടത്തി കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ വെറും വാചാടോപം മാത്രം നടത്തിക്കൊണ്ട് വെറും വാഗ്ധോരണികൾ മാത്രം ജനങ്ങൾക്കിടയിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് പിന്നിലേക്ക് മറയുന്ന തരത്തിൽ ഒരു ജനപ്രതിനിധിയാകാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ തന്നെ ഉണ്ടാകും. ഒക്കെയുടെ സമയത്തൊക്കെ മുൻ കേരള മുഖ്യമന്ത്രി കാണിച്ച ഒരു നിലപാടൊക്കെ ഉണ്ട്. അദ്ദേഹം ആ നിലപാട് കാണിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ കടപ്പുറത്തേക്ക് പോകുവാൻ പോലും സാധിച്ചില്ല. അങ്ങോട്ടേക്ക് എത്തിയത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അന്ന്. ആ ഒരു സാഹചര്യം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും ഉണ്ടാകാതിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. വളരെ വലിയ രീതിയിൽ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളും പ്രതിഷേധവുമാണ് ജനത ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നത് എന്നതാണ്. അദ്ദേഹം അത് പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്സാമർത്ഥ്യം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുവാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ പല മന്ത്രിമാരും ഇത് വളരെയധികം ആകാംക്ഷയോടുകൂടി വളരെയധികം ആഗ്രഹത്തോടുകൂടി അധികാരത്തിലേറ്റിയ ഒരു മന്ത്രിസഭയാണ് എന്നതിൻ്റെ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് പലപ്പോഴും മാറി സഞ്ചരിക്കുകയാണ്. വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു സത്വര നടപടികളാണ് വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടത്. അല്ലാതെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടത്തുവാനോ അതിനു വേണ്ടിയിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാനോ ഒക്കെയാണ് ഇവിടെ ഒരു അത്തരത്തിലുള്ള രീതിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും കൈക്കൊള്ളുന്നതാണ്. മറ്റ് അനുബന്ധ വിഷയങ്ങൾ ഇതുമായി ചേർത്ത് ഉണ്ട്. PSC മറ്റ് വിഷയങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ കേരളത്തിലെ ജനതയെ ഏറ്റവും അധികം ബാധിക്കുന്ന വിഷയം പ്രളയമാണ്. ആ പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് കടലോര ജനതയാണ്. തീർച്ചയായിട്ടും ആ വിഷയത്തിൽ കേരളത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് വളരെ കൃത്യമായ രീതിയിൽ ഇടപെടാൻ പറ്റണം. കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ അതിന് ശാസ്ത്രീയമായ പരിഹാരം കണ്ടെത്തുവാൻ കഴിയണം.